കൈവിട്ടുപോയ ആദ്യ പകുതിയും അപ്രതീക്ഷിത വഴിത്തിരിവുകളുമായി രണ്ടാം പകുതിയും ചേർന്ന് സിനിമയെ മോശമില്ലാത്ത ഒരു ചിത്രമാക്കി മാറ്റുന്നുണ്ട്. രണ്ടാം പകുതിയിലെ കൈയടക്കം സിനിമയെ ആസ്വാദ്യകരമാക്കി തീർക്കുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചിരിക്കുന്നത്. ഒരു ത്രില്ലർ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്ന സിനിമ പക്ഷേ ലക്ഷണമൊത്ത ത്രില്ലർ ആകുന്നില്ല. എങ്കിലും കണ്ടിരിക്കാവുന്ന നല്ലൊരു സിനിമ. 1988 കാലഘട്ടമാണ് സിനിമയുടെ പശ്ചാത്തലം. പ്രണയവും സൗഹൃദവും തമാശകളുമൊക്കെ കടന്നുവരുന്ന സിനിമ അനാഥരായ ലൂയിയുടെയും ആൻറ്റി കുഞ്ഞിൻ്റെയും കഥയാണ് പറയുന്നത്. പക്ഷേ ചിത്രത്തിലെ പ്രണയം ചിത്രവുമായി വേണ്ടത്ര ചേർന്ന് നിൽക്കുന്നില്ല. റോബറി സീനുകൾ ചിത്രീകരിക്കുന്നതിൽ കൂടുതൽ മികവ് പുലർത്തുകയാണെങ്കിൽ ചിത്രം തീർച്ചയായും കൂടുതൽ നന്നായേനെ. തിരക്കഥയുടെ പോരായ്മയാണ് ഇവിടെ വില്ലനായി നിൽക്കുന്നത്. നായകനായി എത്തിയ ആസിഫ് അലി തൻ്റെ അടുത്ത കാലത്തെ ഏറ്റവും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. പ്രതിനായകനായി എത്തിയ ഇന്ദ്രജിത്തും വിനയ് ഫോർട്ടും തങ്ങളുടെ കഥാപാത്രങ്ങളെ മികച്ചതാക്കി. ചിരി പടർത്തുന്നതിൽ ചെമ്പൻ വിനോദിന് വേണ്ടത്ര വിജയിക്കാനായില്ല. അജു വർഗീസ് പതിവ് പോലെ തൻ്റെ റോൾ ഭംഗിയാക്കി. നായികയായി എത്തിയ അപർണ വിനോദിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. രാഹുൽ രാജിൻ്റെ പാട്ടുകൾ മികച്ചു നിന്നു. പശ്ചാത്തല സംഗീതവും സിനിമയ്ക്ക് യോജിച്ചതായി. പ്രതീഷിൻ്റെ ഛായാഗ്രഹണം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആസിഫ് അലിയുടെ നിർമ്മാണത്തിൽ ഇറങ്ങിയ ഈ സിനിമ തീർച്ചയായും ഒരു വട്ടം കണ്ടിരിക്കാം. മൊയ്തീനും കാഞ്ചനയും തിയേറ്ററുകളിൽ പ്രണയമായി പെയ്യുമ്പോൾ ബക്രീദിന് ഇറങ്ങിയ ചിത്രങ്ങൾ എത്രത്തോളം ചലനമുണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണണം.